പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ഓരോ വ്യക്തികൾ, ഹല്ലേലൂയ, ഓരോ വ്യക്തികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് 2026 ആഗസ്റ്റ് 15-ാം തീയതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഹല്ലേലൂയ പറയും? ദൈവത്തിന് മഹത്വം പറയും, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. ശരിയല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വലിയ കാര്യമാണ്. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യത്തോടെ രാത്രി ഇറങ്ങി നടക്കുന്നതും, സ്വാതന്ത്ര്യത്തോടെ എന്താ പറയുക, വേറുള്ള രാജ്യം പോലെയല്ല ഇന്ത്യ. ശരിയല്ലേ? ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലന്മാർ, ഇപ്പോൾ ടിജോ തോമസ് പ്രൊഫറ്റിക്കലാണല്ലേ. ഹല്ലേലൂയ. ആൾ പറഞ്ഞു ഇന്ത്യയിലൊരു ഉണർവുണ്ടെന്ന് പറഞ്ഞു. എത്ര പേര് ആമേൻ പറയും? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആമേൻ പറഞ്ഞ്. ടിജോ തോമസ് പ്രൊഫറ്റിക്കലാണ്, പ്രവാചകൻ പറഞ്ഞതാണ് ഇന്ത്യയിൽ ഉണർവുണ്ടെന്ന്. പിന്നെ ഉണർവുണ്ടെന്ന് പറഞ്ഞത് ചൈനയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ഇന്ത്യയിലുള്ള ഉണർവ് ഓൾറെഡി നമ്മളിലെല്ലാം, എന്നെ കേൾക്കുന്ന പല വ്യക്തികളിലും ഉണർവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഉണർവ് പല രാജ്യങ്ങളിൽ കത്തണം. ഹല്ലേലൂയ. അപ്പം ഈ ഇന്ത്യയെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്നെയും നിങ്ങളെയും ഓരോ വ്യക്തികളെയും, നിങ്ങളുടെ മക്കളെയും തലമുറയെയും, ഒരുപാട് അച്ഛൻ അമ്മ, ഹല്ലേലൂയ, എന്നെ കർത്താവ് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഉണർവാണ് കേട്ടോ. ഹല്ലേലൂയ. ഒരു ഉണർവിൻ്റെ കൈവെപ്പ് ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ച്, എനിക്ക് ഉണർവിൻ്റെ കൈവെപ്പ് വേണം. ഓ ഹല്ലേലൂയ. ഉണർവെന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? ഈ എന്താ അത് ഈ ഉണർവിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഉണർവിനെ പറ്റി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കർത്താവ് അത് പറഞ്ഞു തന്നത് എന്താണെന്നറിയോ? ദൈവം എന്നോട് സംസാരിച്ചത്, മോശ ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിലുള്ള വ്യക്തിയാണ് മോശ. അപ്പോൾ ഈ മോശ ചെയ്തത് വടി വീശിയപ്പോൾ, അല്ല വടി ചൂണ്ടിയപ്പോൾ കടൽ രണ്ടായി. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓക്കെ, അത് പഴയ നിയമത്തിലാണ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ സീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ തലമുറയുടെ എന്നെയും അല്ലെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, അച്ഛനമ്മമാർ, ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ പറയാം, വിദേശത്തുള്ളവരുണ്ട്. ചിലപ്പോൾ മക്കൾ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, അമ്മ വിദേശത്തായിരിക്കും, അല്ലെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ വിദേശത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഒരു 50 സ്തോത്രം പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഉറക്കം എണീറ്റിട്ട് കർത്താവേ സ്തോത്രം പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ ആത്മീയ വർധനവാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളുടെ പേര് പറഞ്ഞ് സ്തോത്രം പറയുന്ന എത്ര പേരുണ്ട്? കർത്താവ് എന്നോട് പറയാണ്, നിങ്ങൾ ഈ ദിവസത്തിൽ സ്തോത്രം പറയണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന് പവറുണ്ടാവും. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓരോ സ്തോത്രത്തിനും പവറുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യും, ഭക്ഷണം കഴിക്കുമ്പോൾ സ്തോത്രം പറയണം. അവരും തരുന്നതൊന്നും മേടിച്ച് നിങ്ങൾ കഴിക്കരുത്. ദൈവഹിതമല്ലാത്തവരുടെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് വീണ്ടും പറയുക. ദൈവഹിതമല്ലാത്തതൊന്നും നിങ്ങൾ മേടിച്ച്, എന്താ പറയുക, ദൈവമായിട്ട് കണക്ഷനില്ലാത്ത, ദൈവം എന്നോട് പറയുകയാണ്, അവരും മേടിച്ച് തരുന്നതൊന്നും നിങ്ങൾ കഴിക്കരുത് കേട്ടോ. അത് നിങ്ങളുടെ ഉണർവിനെ തന്നെ കെടുത്തിക്കളയും. ദൈവം എന്നെ കാണിക്കുക, ഒരുപാട് പേർക്ക്, ഒത്തിരി അമ്മമാർ, ഒത്തിരി സ്ത്രീകൾ, അവർക്ക് അമ്മയാകാൻ പറ്റുന്നില്ല. അവർക്ക് എത്രമാത്രം വേദനയുണ്ടെന്നറിയോ? എന്നെ കാണുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേർക്ക് അമ്മയാകാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്നേഹത്തോടെ ഈ ആഹാരം, വിദേശത്തൊക്കെ പോയവരായാലും എന്നെ കാണുന്നവർ, അവരും തരുന്നൊന്നും മേടിച്ച് ഒരു മിഠായി പോലും മേടിച്ച് കഴിക്കരുത്. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ നോക്കണം. നിങ്ങൾക്ക് സ്നേഹത്തോടു കൂടി തരുന്നതായിരിക്കും.
അത് വശീകരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കൈവശമാണ്. ഹല്ലേലൂയ. കൈവശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അടുത്ത റേഞ്ച് പിടിക്കാൻ പറ്റില്ല. നിങ്ങളെ എപ്പോഴും നിങ്ങളെ ബന്ധിക്കപ്പെടുത്തി കളയും. ഇപ്പോൾ തലവേദനയുള്ളവർ, അല്ലെങ്കിൽ വയറുവേദനയുള്ളവർ, തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ളവർ, രേണുസുതി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രേണുസുതിക്ക് ക്യാൻസർ, എങ്ങനെയാണ് ക്യാൻസർ വന്നേ? ഓഫ്, എങ്ങനെയാണ് ആക്സിഡൻറ്റ് വരുന്നത്? ഇതൊന്നും വെറുതെ വരുന്നതൊന്നും അല്ല, നിങ്ങളത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇതെല്ലാം എന്താ പറയുക, കൈവശത്തിലൂടെയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി മദ്യപിക്കുന്നത്, മദ്യപാനം, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് ബ്രേക്ക് ആകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓൾറെഡി നിങ്ങൾക്ക് നശിക്കുകയും ചെയ്യാം, നല്ലതും തിരഞ്ഞെടുക്കാം. ദൈവവചനത്തിൽ പറയുന്നുണ്ട്, ഇണയില്ല പിണ ചേരരുത്. ആമേൻ പറഞ്ഞേ, ഇണയില്ല പിണ ചേരരുത്. ദൈവഹിതമില്ലാത്തവരുമായിട്ടുള്ള കണക്ഷനിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ഉറപ്പായിട്ടും ദൈവഹിതമല്ലാത്ത ഒരു കണക്ഷൻ നിങ്ങൾ വെക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ ഉണർവുമായിട്ട് കണക്ഷനായി എന്ന് വെച്ചാൽ, എനിക്ക് ദൈവത്തെ വേണം, എനിക്ക് ദൈവത്തെ വേണമെന്ന് പറയുന്നവരെ, ഹല്ലേലൂയ, എനിക്ക് ദൈവത്തെ വേണം, ഹല്ലേലൂയ, എനിക്ക് ഉണർവാവണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ സ്തോത്രവും ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, എനിക്ക് ഉണർവ് വേണം. ഒന്ന് പറഞ്ഞേ, എനിക്ക് ഉണർവ് വേണം. ഹല്ലേലൂയ. എൻ്റെ വേട് സൗഖ്യമാവണം, എൻ്റെ വേട് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. ഒന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ, എൻ്റെ വേട് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. ഞാൻ നിങ്ങളെ എന്താ പറയുക, ദൈവം ചെയ്തതുപോലെ തന്നെ ദൈവത്തിൻ്റെ വാക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വാക്കാണത്. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിൽ ഉണർവാവണം. ഹല്ലേലൂയ. പറഞ്ഞേ, ഞാൻ ഉണർവാവണം. ഒന്ന് പറഞ്ഞേ, ഞാൻ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞേ, ഞാൻ ഉണർവാവണം. ഞാൻ അനേക പേർക്ക് ഉണർവാവണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ ഉണർവാവണം? ഹല്ലേലൂയ. നിങ്ങളുടെ ആ കഴുത്തിൻ്റെ പുറകിൽ കഴുത്തിന് വേദനയുള്ളവർ എന്നെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. കഴുത്തിന് വേദനയുള്ളവർ എന്നെ കാണുന്നത്. നിങ്ങൾ ആ കഴുത്തിൻ്റെ പുറകിൽ കൈവച്ചിട്ട്, കർത്താവേ ഞാൻ ഉണർവാവണം. ഒന്ന് പറഞ്ഞേ, എനിക്ക് ദൈവത്തിൻ്റെ ഒരു സീൽ എനിക്ക് വയ്ക്കണം. എൻ്റെ ശരീരത്തിൽ കുത്തേണ്ടത് ദൈവത്തിൻ്റെ സീലിംഗ് ആണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തിൻ്റെ ഹീലിംഗ് വേണം. ഒന്ന് പറഞ്ഞേ, എനിക്ക് ദൈവത്തിൻ്റെ ഉണർവാവണം. എൻ്റെ വേട് സൗഖ്യമുള്ളതാകണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫയർ ഹോളി സ്പിരിറ്റ്, എൻ്റെ വേട് സൗഖ്യമുള്ളതായി മാറണം. ഇങ്ങനെ ഇതാണ് ഉണർവിൻ്റെ സീസൺ. നിങ്ങൾക്ക് എപ്പോഴും ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ദേഷ്യത്തിൻ്റെ പൈശാചിക സ്പിരിറ്റ് ഉള്ളവരുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം. അത് എന്താ കാരണം? ആ ദേഷ്യം വരുന്നത് പൈശാചിക സ്പിരിറ്റാണ്. നിങ്ങളത് മനസ്സിലാക്കണം. കൈവശം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ രോഗങ്ങൾ വരുന്നതും. സീരിയസ്ലി ഞാൻ പറയുക, കൈവശം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കിട്ട് ചെയ്ത ആഭിചാര മന്ത്രം നിങ്ങളെ എന്നും രോഗിയാക്കി മാറ്റുന്നത്. ഇപ്പം ഞാൻ തന്നെ ഒരു കാര്യം പറയും, ഒരു ദിവസം ഞാൻ ഒരുപാട് പേരെ കാണാറുണ്ട്, ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പ്രെയർ ചെയ്യാറുണ്ട്. ഞാൻ കൂടുതലായിട്ടും എന്താ പറയുക, രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രെയർ ചെയ്യും. ദൈവം അത് കണക്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവരുടെ തലയിലാണ് കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. തലയുടെ പുറകിലും തലയിലൊക്കെ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തു ചെയ്യും? അപ്പോൾ ഇവരുടെ ബുദ്ധി ആദ്യം തുറക്കും. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഇവരുടെ ബുദ്ധി തുറന്നതിന് ശേഷം പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? പിന്നെ ഇവർക്ക് ശരീരത്തിൽ വേദന വെളിപ്പെട്ട് കിട്ടും, ഇവർക്ക് ദർശനവരം കിട്ടും. പിന്നെ ഇവർക്ക് അപ്പോൾ അതുവരെ കൈവെപ്പ് കിട്ടുന്നതിന് മുമ്പ് ഇവർക്ക് ഒരു തേങ്ങ അറിയത്തില്ല. ഈ മനുഷ്യർക്ക് എവിടെയൊക്കെയാണ് വേദന, എവിടെയൊക്കെയാണ് ബന്ധിച്ചേക്കുന്നതെന്നോ, അല്ലെങ്കിൽ വയറുവേദനയുള്ള കാര്യമോ, അസ്ഥികൾക്ക് വേദനയുള്ള കാര്യമോ, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ഇവർക്ക് അറിയില്ല. പിന്നെ ഇവരെന്ത് ചെയ്യുകയാണ്? കൂടുതലും ഞാൻ കണ്ടുവരുന്നത് പ്രായമായിട്ടുള്ളവരാണ്. ഇവർ നേരെ ഹോസ്പിറ്റലുകളിലേക്ക് ഓടുകയാണ്. പലവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം പക്ഷേ നിങ്ങളുടെ ശരീരത്തെയും ഹീലിംഗ് ആക്കാൻ പറ്റും. ഇപ്പോൾ കൈവശം കിട്ടിയ ഒരു വ്യക്തിക്ക് ഓടിച്ചെന്ന് വിടുതൽ കിട്ടത്തില്ല. ഞാൻ പറയാം, നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഹല്ലേലൂയ.
വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ വിശ്വാസത്തിൽ, കർത്താവ് അങ്ങനെ എന്നോട് പറയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ടാണ് നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ ദൈവം വിടുവിക്കുന്നതും നിങ്ങളെ ഉണർവാക്കുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത് റിലീസായി വരും. എൻ്റെ നിങ്ങളുടെ ലൈഫിൽ അത് റിലീസായി വരും. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവിന് നന്ദി പറഞ്ഞേ. ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിവസത്തിൽ എല്ലാ വർഷവും നമ്മൾ അത് ആഘോഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പിയാണ്. ഹല്ലേലൂയ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതിലും വലിയ സ്വാതന്ത്ര്യമാണ് യേശു നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നത്. എടാ, ദൈവം യേശുവായ ദൈവം, യേശു ദൈവമാണ്. ആമേൻ പറഞ്ഞേ, യേശു ദൈവമാണ്. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തന്നെ നിങ്ങൾ വിളിച്ചു പറയണം, യേശു ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേര് സ്തോത്രം പറയും? ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിവസത്തിൽ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളൊരു 10 പേരോണെങ്കിൽ സ്തോത്രം പറയാൻ പറ്റണം. ഇന്നത്തെ ദിവസം, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, ഇന്ന് ഒരു ഉണർവിൻ്റെ സീസൺ പൊട്ടി വരും. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ഡാൻസ് കളിക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. സ്വർഗത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെല്ലാവരും സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും ദൈവത്തിന് മഹത്വപ്പെടുത്താനും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രയാഗങ്ങൾ ചെയ്യണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾ കാറ്റടിക്കുന്നവരാക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ നിന്നാണ്, ചിലപ്പോൾ നിങ്ങൾ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും ജോലിക്ക് പോയതായിരിക്കാം. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും സ്വർഗത്തിലെ ദൂതന്മാരില്ലേ, ദൈവത്തിൻ്റെ ദൂതന്മാർ, ഹല്ലേലൂയ, ആ ദൂതന്മാർ നിങ്ങളെ കുടുംബത്തെ സംരക്ഷിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും പോരാട്ടം അടിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അയലക്കത്തുള്ളവർ ഒരു പിശാചിനെ ആരാധിക്കുന്നവരാണ്. സാത്താനെ വിളിച്ചു വരുത്തും. സാത്താൻ പല പേരിൽ അറിയപ്പെടും. ഈ സാത്താനെ വിളിച്ചു വരുത്തുമ്പോൾ സാത്താൻ്റെ ദൂതന്മാരാണ് എന്ത് ചെയ്യുന്നത്? നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ നിൻ്റെ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്തിട്ട് അവരെ വിളിക്കുന്ന പിശാചാണ് നിന്നെ ബന്ധനത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ നിൻ്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ടേ? നിൻ്റെ സഹോദരന് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ടേ? എന്തുകൊണ്ടാണ് നിന്നെ ഒരു സൈഡ് വലിവ് കാണിപ്പിക്കുന്നത്? ഒരു സൈഡ് വലിച്ചുകൊണ്ട് പോകുന്നു, ഒരു സൈഡ് കോണിച്ചു പോകുന്നു, ഒരു സൈഡ് തളർത്തിക്കളയുന്നു. എന്താ കാരണം? നീ അത് മനസ്സിലാക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താ കാരണം? ഹല്ലേലൂയ. നിൻ്റെ പ്രാർത്ഥനാ കുറവ് കൊണ്ട് തന്നെയാണ്. നിൻ്റെ പ്രാർത്ഥനാ കുറവാണ്. നിൻ്റെ സ്തോത്രം ആത്മീയ മണ്ഡലത്തിൽ കയറണം. എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ? നിൻ്റെ വിശ്വാസം. എന്നോട് ലൂക്കോസിൻ്റെ സുവിശേഷം ഇപ്പം നിങ്ങൾക്ക് ഞാനത് വായിച്ച് റിലീസ് ചെയ്യാൻ പോവുക. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അന്ന് നിങ്ങളുടെ ലൈഫിനെ ദൈവം ഉണർവിലേക്ക് ചേഞ്ച് ആക്കാൻ പോവുക. 2026 എൻ്റെയാണ്. അത് ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞേക്കുന്നേ. ഹല്ലേലൂയ. ഈ 2026 എൻ്റെയാന്ന് ഞാൻ പറഞ്ഞേക്കുന്നതാണ്. ഈ 26, 27, 28 ഞാൻ പിടിക്കും. ഹല്ലേലൂയ. ലീബ്രാനിയ സെറ്റെല്ല റംതുനിയ ഹസെപ്റ്റെ. കർത്താവിനോട് പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് തന്നിരിക്കുക എന്ന് എന്നോട് പറഞ്ഞേക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മാക്സിമം പറയുന്നത്, നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ ചലനം ഉണ്ടാവും. നിങ്ങളുടെ റേഞ്ച് വേറെയാവും. വെറുതെ ഞാൻ പറയുന്നതല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഉണർവിൻ്റെ തീ കത്തും. ഉറപ്പായിട്ടും നിങ്ങളുടെ മേൽ ഉണർവിൻ്റെ കാറ്റടിക്കുക തന്നെ ചെയ്യും. ലീബി ലഹ സബ്രാറ്റാനിയാനിയ സെംറ്റേ ലഗറം തുനി ലിഖാദര ഹസബ്റ്റേ ലഗറം ദാനിയ റിബാനിയ സെഖേ ലധൂധിരിബി റംറ്റേ ലഗദര ഹസബ്റ്റേ കറം തുനിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഞാൻ ആ വചനത്തിലേക്ക് എനിക്ക് കർത്താവ് എന്നോട് സംസാരിച്ച വചനം എന്താണെന്നറിയോ? ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ ഞാൻ വായിക്കാം കേട്ടോ. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയുടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ,
നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആണ്ടോ, യേശു പറയാണ്, മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്നു, ഇവൻ ആർ? ദൈവം ഒരുവൻ അല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. ഹല്ലേലൂയ. കണ്ടോ, യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ്, അപ്പോൾ യേശുവിൻ്റെ ചിന്തകൾ അറിയാം. ഹല്ലേലൂയ. അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? അപ്പോൾ ഈ യേശു ദൈവമാണ് വീണ്ടും ഇതിൻ്റെ അകത്ത് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ദൈവത്തിനെ സ്വീകരിച്ച അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും മനുഷ്യൻ്റെ ചിന്താഗതികളെ അറിയാം. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതെന്നോ എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. കണ്ടോ, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാൺകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹുദ്ധീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. കണ്ടോ, ആ ജനമെല്ലാം അത്ഭുതം കണ്ടപ്പോൾ പറഞ്ഞു, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? മനുഷ്യപുത്രൻ. അപ്പോൾ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. ദൈവം എന്ന് പറയുന്നത് യേശുവാണ്. ഹല്ലേലൂയ. യേശു ഈ നമ്മുടെ ഭൂമിയിൽ ഇറങ്ങി വന്നൊരു വ്യക്തിയാണ്. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി എന്ത് ചെയ്തു? മനുഷ്യരുടെ കൂടെ ജീവിച്ചു. ആ ദൈവത്തെ വിശ്വസിച്ച് ആ വിശ്വാസം എന്ന് വെച്ചാൽ ആ മനുഷ്യനെ വേറൊരു വ്യക്തി എന്താ പറയുക, പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ആ വിശ്വാസം കണ്ടിട്ട് സ്പോട്ടിൽ ഹീലിംഗ് ആക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ടാണ് പലവരും പ്രാർത്ഥിച്ചിട്ട് എന്താ പറയുക, വീണ്ടും നിങ്ങൾക്ക് ഹീലിംഗ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒരു വഴിയും തുറക്കുന്നില്ല? എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഹീലിംഗ് ആവാത്തത്. വീണ്ടും നിങ്ങൾ കുരുക്കിലേക്ക് പോകുന്നത്. അത് നിങ്ങൾ അതിവിശ്വാസത്തോടെ. ഇങ്ങനെ എന്നോട് പരിശുദ്ധാത്മാവ് പറയാണ് എന്താ പറയുക, ഈ 15-ാം തീയതി. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ ദിവസം, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, ആഗസ്റ്റ് 15-ാം തീയതി. ഹല്ലേലൂയ. ഒരു അതിവിശ്വാസമുള്ള ജനമായി മാറാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ നിമിഷം മുതൽ നിങ്ങൾ പുതിയ വ്യക്തികളാണ്. ഞാൻ വെറുതെ പറയുമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഉണർവിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴും ഉച്ചയ്ക്ക് നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്താലും സ്തോത്രം പറയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങളുടെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി പറഞ്ഞേ. നിങ്ങൾ സ്തോത്രം ചെയ്തേ പറ്റൂ. എന്നെ കേൾക്കുന്ന നീ ഉണർവാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നീ ഉണർവ് തന്നെയാണ്. കർത്താവിനോട് പറയുകയാണ്. ഹല്ലേലൂയ. നീ സ്തോത്രം ചെയ്യാൻ പറ്റണം. നിന്റെ ഹസ്ബൻഡിനെ ഓർത്ത് നീ സ്തോത്രം ചെയ്യണം. നിന്റെ അച്ഛനെ ഓർത്ത് നീ സ്തോത്രം ചെയ്യണം. നിന്റെ കുടുംബത്തെ, നിന്റെ അയലക്കത്തുള്ളവരെ. ഹല്ലേലൂയ. നിന്റെ ഭവനം ഒരു ഉണർവിൻ്റെ ഭവനമായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നിന്റെ ഹൃദയം ഉണർവാവണം. നിന്റെ ഹൃദയത്തിൽ ഉണർവ് വരുന്നത് നീ സ്തോത്രയാഗങ്ങൾ, നീ എന്താ പറയുക, വാരി വലിച്ച് തിന്ന് നിന്റെ ആരോഗ്യം, അത് ശരീരം മാത്രം നോക്കിയാൽ പോരാ, നിന്റെ ആത്മാവിനും ശക്തി വേണമെന്ന് പരിശുദ്ധാത്മാവ് ഈ ആഗസ്റ്റ് 15-ാം തീയതി കറക്റ്റായി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് എന്നോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം പറയണം. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും എന്നോട് പറയുക, നിങ്ങൾ ഉണർവാവണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഫയർ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ പുറകിരിക്കുന്ന അമ്പുകളെ പൊട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ ഭയം മാറിപ്പോണം. ഹല്ലേലൂയ. ലീ ബ്രൈനിയ സെഖല ധുരിഹ സബ്റ്റേലബ. നിങ്ങൾ പറയണം, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എൻ്റെ യേശുവാണ് എനിക്ക് സ്വാതന്ത്ര്യം തന്നതെന്ന് നിങ്ങൾ പറയണം ഈ സ്വാതന്ത്ര്യ ദിവസത്തിൽ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശുവിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ വേറെ റേഞ്ചായി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു സാക്ഷി വലുതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സാക്ഷി എങ്ങനെയാണ്? എനിക്ക് ഈ ലോകത്തിൽ ഞാൻ യേശു ഇല്ലാതെ ജീവിച്ച സമയത്ത് എനിക്ക് ഈ ലോകത്തിൽ ഒരു സുഖവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജയിലിൽ കിടക്കാനായിരുന്നു. സത്യം ഞാൻ പറയുക, ഈ ലോകത്തിൽ ഞാൻ ജീവിച്ച സമയത്ത് എനിക്ക് ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, ഒന്നുമില്ലാത്ത സമയത്ത് ഞാൻ ജയിലിൽ കിടക്കാനാണ് കൂടുതൽ ആഗ്രഹിച്ചത്. സത്യം ഞാൻ പറയുക. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ലൈഫിൽ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ. എൻ്റെ യേശുവാണ് എൻ്റെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ഹീൽ ജീസസ് നെയിം. ഈ യേശു ആയിരിക്കണം നിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഉണർവാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഉണർവാവണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിവസത്തിൽ നിങ്ങൾ ഉണർവാവണം. അനേക പേർക്ക് നിങ്ങളായിരിക്കണം ഉണർവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ലിബി ലഖാദര ഹസബ്റ്റേ ലഗറം ദുനി ലിഖാദര ഹസബ്റ്റേ ലഗറം ധാനിയ റിഗാനിയ സഖേല കഥര ബസി റിബോലിയ ബ്രാൻറ്റാനിയ ലഖാദര ബസിയ. ഫെയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പിന്നെ കർത്താവിനോട് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ കർത്താവിനോട് 5-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ ലിബ്രോനിയ മസിറ്റ് ലബ്ര കറ്റല മനാകാസിയ ലൂക്കോസിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ദൈവനോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കത് വായിച്ച് റിലീസാക്കി തരാം കേട്ടോ. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ലൈഫിൽ റിലീസായി വരും. ഹല്ലേലൂയ. ലവ് യു ജീസസ്. ആമേൻ പറഞ്ഞേ. ലവ് യു ജീസസ്. ആമേൻ. കർത്താവേ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ. ഫെയർ ഹോളി സ്പിരിറ്റ്. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. ആമേൻ. അവർ വന്നു പടക് രണ്ടും മുങ്ങുമാറാക്കുവോളം നിറച്ചു. ആമേൻ. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവെ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പാവിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ഹല്ലേലൂയ. ശിമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബിദിയ മക്കൾക്കും അവണ്ണം തന്നെ യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഈ വചനം എന്നെ കേൾക്കുന്ന ഓരോ ഉണർവിനും ഇത് റിലീസായി വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫെയർ ഹോളി സ്പിരിറ്റ്. എന്നെ കേൾക്കുന്ന ജനത്തിന്, ഓരോ വ്യക്തി കുടുംബത്തിന്, ഹല്ലേലൂയ, ഇത് റിലീസായി വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ്, ഇന്നു മുതൽ ഇവർ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഇവരുടെ പടക് നിറഞ്ഞ അപ്പുറത്തവൻ്റെയും കൂടെ ഇവരുടെ കൂട്ടത്തിലുള്ളവരുടെ പടക് നിറയ്ക്കുന്നത് പോലെ കർത്താവെ, ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ നാമത്തിൽ ഈ വചനം ഇവരുടെ ലൈഫിൽ റിലീസായി വരട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫെയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണെന്നറിയോ? ഹല്ലേലൂയ. ഈ പത്രോസ് ഒരു പാപിയാണെന്ന് അവന് ആ ബോധം ഉണ്ടായി. മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ഇത്ര നാളുള്ള ചിന്താഗതിയല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളൊരു വലിയ മീൻ കൂട്ടത്തെ പിടിക്കണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വല കീറാറായി മീൻ പിടിക്കുന്ന അവസ്ഥ, ആ ശിമോൻ യേശുവിനോട് ഡയറക്റ്റ് പറയാണ്, യേശുവെ, ഞാനൊരു പാപിയാണ്, എന്നെ വിട്ടു പോവുക. കണ്ടോ? ആ തിരിച്ചറിവാണ് എന്ത് ചെയ്തത്? യേശു അവനോട് പറഞ്ഞത്, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേരാ അമ്മയും പറയും, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കും, നിൻ്റെ കൂട്ടാളികളും മനുഷ്യനെ പിടിക്കുന്നവരാവും. ഇങ്ങനെയാ എൻ്റെ ദൈവം പറഞ്ഞത് കേട്ടോ. ഹല്ലേലൂയ. എത്ര പേരൊക്കെ ആമേൻ പറയാൻ പറ്റും?
ഹല്ലേലൂയ. ലവ് യു ജീസസ്. യേശുവേ നന്ദി പറഞ്ഞേ. ഇതാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഇത് മനുഷ്യനെ പിടിക്കുന്ന സീസണാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലവ് യു ജീസസ്. ലവ് യു ജീസസ്. ആമേൻ പറഞ്ഞേ. ഇത് മനുഷ്യനെ പിടിക്കുന്ന സീസൺ വന്നു. ഈ സ്വാതന്ത്ര്യ ദിവസം, ഇന്നത്തെ ദിവസം മനുഷ്യനെ പിടിക്കുന്ന സീസൺ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം, ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ടാൻ തയ്യാറായാൽ മതി. നീ പാപിയാണെന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവാണ് ഈ ശിമോൻ പത്രോസ് എന്ത് ചെയ്തത്? അവന് ദൈവം ആ ഗിഫ്റ്റ് എല്ലാം കൊടുത്തത്. ഹല്ലേലൂയ. ലവ് യു ജീസസ്. ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ പറയണം, കർത്താവേ ഞാൻ പാവിയാണ്. ഹല്ലേലൂയ. പാവിയായിരുന്നു. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് മതി. എത്ര വലിയ പാവവും യേശു ക്ഷമിക്കും കേട്ടോ. ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോഴും അത് തന്നെയല്ലേ പറഞ്ഞേ? ആ പക്ഷപാതക്കാരനോടും പറഞ്ഞില്ലേ? ഹല്ലേലൂയ. അവരുടെ വിശ്വാസം കണ്ടിട്ട് നീ എണീറ്റ് നടക്കുക. ഹല്ലേലൂയ. ലാസ്റ്റ് 26 പറയുന്നുണ്ടോ, എല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവം അത്ര നല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഭയം ഇതൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ദൈവത്തെ ഭയമില്ല. ഹല്ലേലൂയ. ഇങ്ങനത്തെ റേഞ്ചിലേക്ക് നിങ്ങൾ പോകുന്നത് എന്താണെന്നറിയോ? അത് എന്താ പറയുക, എല്ലാവരും കുറേ ആളുകളുണ്ട്, അവർക്ക് ഡിപ്രഷനും അല്ലെങ്കിൽ വേറെ ഒരു മൈൻഡിലേക്ക് പോകുന്നതിൻ്റെ കാരണം അത് കൈവശം കിട്ടിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത വശീകരണത്തിൽ നിങ്ങളെ കുടുക്കിയത് കൊണ്ടാണ്. പ്രണയത്തിൽ കൊടുക്കുന്നു. ഇതിലൊന്നും പോയി നിങ്ങൾ ചാടരുത് മക്കളെ. ഹല്ലേലൂയ. വശീകരണത്തിൽ കൊടുക്കാനല്ല നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ലവ് യു ജീസസ്. നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായി മാറുന്ന സീസൺ. ഹല്ലേലൂയ. ലവ് യു ജീസസ്. ആമേൻ പറഞ്ഞേ. ഇനി എല്ലാ ദിവസവും നിങ്ങൾ എപ്പോഴും രാവിലെ എണീറ്റാലും എപ്പോഴും ദൈവത്തിന് സ്തോത്രം പറയണം കേട്ടോ. സ്തോത്രം പറയണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ റേഞ്ച് വേറെയാവും. സ്പൈസി ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യണ്ടേ. നിങ്ങൾ അതിന് പകരം ഒരു 1000 സ്തോത്രം പറ. ഞാൻ ദൈവത്തിൻ്റെ അപ്പോസ്തലനാണെന്ന് ആ അപ്പോസ്തലൻ തന്നെ എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊരു പ്രവാചകനാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ, അവരുടെ കുടുംബ ചരിത്രം, അവരുടെ മക്കൾ, അവരുടെ മക്കളുടെ മക്കൾ, അവരുടെ തലമുറകളെ മുഴുവൻ എനിക്ക് ദൈവനോട് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഓരോ സ്തോത്രത്തിനും വെറുതെ നിങ്ങൾ പറയേണ്ട. ദൈവം നിങ്ങൾക്ക് ആ ഒരു സ്തോത്രത്തിന് 1000 രൂപ വെച്ച് ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. സ്തോത്രം. നിങ്ങൾ വെള്ളം കുടിച്ചാൽ സ്തോത്രം പറയണം. വെട്ടി വലിച്ച് വാരി തിന്നുമ്പോൾ സ്തോത്രം പറയണം. എന്ത് കഴിക്കുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും കമ്പ്യൂട്ടർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സ്തോത്രം പറയണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, യേശുവേ സ്തോത്രം. ലവ് യു ജീസസ്, ലവ് യു ഇങ്ങനെ നിങ്ങൾ പറയാൻ പറ്റണം നിങ്ങൾക്ക്. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് മഹത്വം പറഞ്ഞേ. ദൈവത്തിന് മഹത്വം. എന്നെ ഉണർവിന് ഉപയോഗിക്കണം പറഞ്ഞേ. എന്നെ ഉണർവിന് അടുത്ത റേഞ്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞേ. നിങ്ങൾ പറയണം, അടുത്ത റേഞ്ചിൽ എന്നെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ അയലക്കത്തുള്ളവരെ എല്ലാം അനുഗ്രഹിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ വരണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ലവ് യു ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. വീണ്ടും പറയണം, കർത്താവെ എന്നെ ഉണർവിനെ ഉപയോഗിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. സ്തോത്രം പറയണം. നിങ്ങളൊരു 1000 സ്തോത്രം പറഞ്ഞേ പറ്റൂ. ഈ ദിവസത്തിൽ നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ നിങ്ങൾ ഉണർവിന് ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ലവ് യു ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. വലിയ തുറക്കൽ ദൈവം നിങ്ങൾക്ക് തുറക്കാൻ പോവാ. വലിയ തുറക്കൽ ഉറപ്പായിട്ടും തുറന്നു വരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 26 ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അപൂർവ കാര്യങ്ങൾ
കാണാൻ പോവുകയാണ്. ആമേൻ പറഞ്ഞേ. അപൂർവ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. ഒന്ന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. അപൂർവ ദൈവത്തിൻ്റെ അപൂർവ കാര്യങ്ങൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. അപൂർവ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. ലവ് യു ജീസസ്. ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ അച്ഛൻ അമ്മ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബം മുഴുവൻ ഉണർവായി മാറും. ലവ് യു ജീസസ്. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറന്നുപോയത്. ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. നിങ്ങൾ ഉണർവായി വരും. ഉറപ്പായിട്ടും നിങ്ങൾ ഉണർവായി വരും. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീൽ ജീസസ് നെയിം. ഹീൽ ആവട്ടെ. യേശു നാമത്തെ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്യുന്നു. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ.